എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെയും അതുപോലെ രാത്രിയിലും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മുട്ട സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളുപ്പ് മതി, ഒരുപാട് കൂടരുത്. കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പല രീതിയിലുള്ള സാൻഡ്വിച്ചുകളുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലിട്ട് ഒന്ന് ചിക്കി തോത്തിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചിക്കി തോത്തിയെടുക്കാം. മുട്ട നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ അത് ചിക്കി തോത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കളറിലുള്ള ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റോ സവാളയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മയോണീസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഗാർലിക് മയോണീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ഈ അളവിൽ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ പനീർ ഇതുപോലെ ബുർജിയാക്കിയിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ചിക്കൻ വെച്ചിട്ടുള്ളൊരു മയോ സാൻഡ്വിച്ച് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് വേണം. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ടോസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ വളരെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിലാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഉപ്പുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ ഒന്ന് നിരത്തിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു കോൾഡ് സാൻഡ്വിച്ചാണ്. ഇത് നമ്മൾ ടോസ്റ്റ് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാം. ഒരെണ്ണത്തിൻ്റെ സൈഡ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഇത് കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് കിട്ടില്ല ഈ ബ്രെഡിന്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഡയഗണലി ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം, സ്ക്വയറായിട്ടും കട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്